സൺസെറ്റ് വ്യൂ ആണ്. ദിവസം ഡെവിൻസ് കാസിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആള് ഞാനാണ്. നമ്മളാണ്. ഹലോ, വെൽക്കം ടു സ്ലോവാക്യ. ഇന്ന് നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള സ്ലോവാക്യയിലാണ് വന്നിട്ടുള്ളത്. സ്ലോവാക്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡെവിൻസ് കാസിൽ കാണാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെക്ക് റിപ്പബ്ലിക്കിലാണെന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്, ചെക്കോസ്ലോവാക്യയാണോ എന്ന്. ഞാനിപ്പം നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലും ആ ഗ്രീൻ കളറിൽ കാണുന്നതിനപ്പുറം സ്ലോവാക്യയാണ്. അതായത് ചെക്കും സ്ലോവാക്യയും 1993 പീസ്ഫുള്ളി 2 രാജ്യങ്ങളായിട്ട് ചെക്കോസ്ലോവാക്യ സ്പ്ലിറ്റ് ചെയ്തുണ്ടായതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്ലോവാക്യയിലെ പ്രധാനപ്പെട്ട കാസിലുകളിൽ ഒന്നായിട്ടുള്ള ഡെവിൻസ് കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുമ്പോൾ ഇതിൽ പോയാലാണ് കാസിലിൻ്റെ ബെസ്റ്റ് വ്യൂ കിട്ടുക, അല്ലെങ്കിൽ കാസിലിനുള്ളിലേക്ക് കയറാൻ പറ്റുക നമുക്കൊരു ഡൗട്ട് വരാം. കാരണം ഈ കാസിൽ കിടക്കുന്നത് അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലാണ്. ഈ കാണുന്നതാണ് കാസിലേക്കുള്ള എൻട്രൻസ്. അത് കാസിലേക്ക് മാത്രമല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 മില്യൺ വ്യൂയിലേക്കുള്ള എൻട്രൻസ് കൂടെയാണ്. ആ വ്യൂ എന്താണെന്നുള്ളത് പതിയെ നമുക്ക് കാണാം കേട്ടോ. എൻട്രൻസിനടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 8 യൂറോ ആണ് ഇതിനകത്ത് കിടക്കാനുള്ള ഫീ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. പിന്നെ അകത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വേറെ മ്യൂസിയവും അതല്ലാതെ നല്ല പച്ച വിരിച്ചിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും കാസിലും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കാസിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നടന്നു തുടങ്ങിയത്. മാത്രമല്ല ഈ കാസിൽ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അവിടെ എത്തിയത് തന്നെ ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇനി സമ്മറൊക്കെ ആകുമ്പോൾ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ കിട്ടിയ സമയം കൊണ്ട് കാസിൽ പരമാവധി കണ്ടു തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. സ്ലോവാക്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രാറ്റിസ്ലാവ വിസിറ്റ് ചെയ്യുമ്പോൾ പലരും അവിടെയുള്ള കാസിലാണ് പ്രിഫർ ചെയ്യാറ്. പക്ഷേ അവിടുന്ന് ജസ്റ്റ് 10 കിലോമീറ്റർ ഏകദേശം ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഡെവിൻ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ സീനിക് ബ്യൂട്ടി കൊണ്ടും കൂടെ ഫേമസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒരു വലിയ റോക്ക് ഹില്ലിൻ്റെ മുകളിലാണ് ഈ ഒരു കാസിൽ സ്ഥിതി ചെയ്യുന്നത്. പല ഭാഗങ്ങളും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി. എന്നിരുന്നാലും ഇത് പല തവണകളായിട്ട് റെനോവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാസിലിൻ്റെ ഓപ്പൺ കോർട്ട്യാർഡിലാണ് എത്തിയിട്ടുള്ളത്. ഇനിയും നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് പോകാനുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഡാന്യൂബ് ആൻഡ് മൊറാവ റിവേഴ്സ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഡാന്യൂബാണോ മൊറാവയാണോ എന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രിയയുടെ ഭാഗങ്ങളും നല്ല വെതറാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൽപ്സ് പർവ്വതങ്ങൾ വരെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ കാസിലിനോട് റിലേറ്റ് ചെയ്തിട്ട് വേറൊരു പ്രണയ കഥ കൂടെ ഉണ്ട് കേട്ടോ. ആ കഥ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. വീഴരുതേ. ഇതിൽ കയറി എവിടേക്ക് എത്തുന്നു? ഇനി നമ്മൾ ഈ കാസിലിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. വലത്തോട്ട് നോക്കിയാൽ ഹിൽസ്, കാസിലിൻ്റെ ഇടത്തോട്ട് നോക്കിയാൽ നല്ല ഏട്ടാ കാണാനേ ഇവിടെ. ഈ കാസിലിനോട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രണയകഥ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെവിൻ കാസിലിൻ്റെ ലോഡായിരുന്നു മിക്കുലാഷ്. മിക്കുലാഷിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർഗ്രറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായി. പലരുടെയും എതിർപ്പുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ മിക്കുലാഷ് മാർഗ്രറ്റിനെ കടത്തിക്കൊണ്ടുവന്ന് ഈ ഡെവിൻസ് കാസിലിൽ താമസിപ്പിച്ചു. പക്ഷേ അവരുടെ വീട്ടുകാരിത് അറിഞ്ഞിട്ട് സൈനികരോടൊപ്പം വന്ന് ഈ കാസിൽ ആക്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മിക്കുലാഷും മാർഗ്രറ്റും കൂടെ ഇവിടെയുള്ളൊരു ചെറിയ വാച്ച് ടവറിനകത്ത് കയറിയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അവർ കണ്ടുപിടിക്കപ്പെടുകയും അങ്ങനെ മിക്കുലാഷ് കൊല്ലപ്പെടുകയും അതറിഞ്ഞ ഈ മാർഗ്രറ്റ് ഡാന്യൂബ് റിവറിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഹിസ്റ്ററി കൂടെ ഈ ഒരു കാസിലിനുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തി, അല്ല ഏറ്റവും ടോപ്പിലേക്ക് എത്തണു. വാവ്, നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ.
അപ്പോൾ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമ്മളിതേ തിരിച്ചിറങ്ങുകയാണ്. പക്ഷെ ഇവിടെ വേറെ ആരും ഇല്ല അല്ലേ? 6 മണിയായപ്പോൾ നമ്മൾ മാത്രം. തിരക്കിട്ട് ഇറങ്ങുകയാണ്. ഇന്നത്തെ പ്രത്യേകത, ഈ ദിവസം ഡെവിൻസ് കാസിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആൾ ഞാനാണ്, നമ്മളാണ്. ബാക്കി എല്ലാവരും 6 മണിക്ക് താഴെ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി, ഇനി ഇറങ്ങാനുണ്ട്. കാസിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ. ഈ കാസലിനെ പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ വാതിൽ അഥവാ വെസ്റ്റേൺ ഡോർ എന്നാണ് ഈ ഒരു കാസിൽ അറിയപ്പെടുന്നത്. കാസിലിന് ഇവിടുത്തെ കിണറാണിത്. ഈ കിണറിന് 55 മീറ്റർ ഡെപ്ത് ഉണ്ടെന്നാണ് കാണിക്കണത് കേട്ടോ, അത്രയും ഡീപ്പാണെന്ന്. കാസിൽ നമ്മൾ മെയിനായിട്ട് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ കാസിൽ മാത്രമല്ല, അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ആയതുകൊണ്ട് തിരിച്ചിറങ്ങിയിട്ട് താഴെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ കാസിൽ കണ്ട് താഴെ ഇറങ്ങി. ഇതായിരുന്നു എൻട്രൻസ്. ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തെ ആളുകൾ ആ റൂട്ട് പോകുന്നുണ്ട്, അവിടെ എന്താണെന്ന് പോയി നോക്കാം. ഏതോ ഒരു കേവാണ്. കാസിലൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ചുറ്റും ഒരു റിവർ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. കാല് കണ്ണ ശ്രദ്ധിക്കണേ. ഇവിടെ യൂറോപ്പിൽ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ സിറ്റിയിലും, റിവറുള്ള സിറ്റിയിലൊക്കെ ക്രൂയിസ് സൗകര്യങ്ങളുണ്ട്. നമ്മൾ ക്രക്കോവിലും ബുഡാപെസ്റ്റിലൊക്കെ പോയപ്പോൾ ക്രൂയിസിൽ പോയത് നിങ്ങളെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ബ്രാട്ടിസ്ലാവയിലും ഇതുപോലെ ക്രൂയിസ് ട്രിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡാന്യൂബ് റിവറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനും ഇതിൻ്റെ ഹിസ്റ്ററിയും ഇവിടുത്തെ കഥകളും ഒക്കെ അവർ ഓഡിയോ ക്ലിപ്സിലൂടെ നമുക്ക് കേൾപ്പിച്ച് തരും. അങ്ങനെ നമുക്ക് കൂടുതൽ ഈ സിറ്റിയെ പറ്റി അറിയാനും ഒക്കെ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയകഥയിലെ ആ ഒരു ടവറാണിത് കേട്ടോ. മെയ്ഡൻ ടവർ എന്നാണ് ഇതറിയപ്പെടുന്നത്. കാസിലിൻ്റെ പ്രധാന അട്രാക്ഷൻസിൽ ഒന്ന് ഇത് തന്നെയാണ്. അല്ലേ, കയറുന്നൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് ഈ റിവറിൽ കൂടെ വേണമെങ്കിൽ ക്രൂയിസ് ട്രിപ്പ് നടത്താം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ നിർത്താൻ പറ്റുന്ന പോലെ ഉണ്ട്. നിർത്തുമെന്ന് അറിയില്ല. ഇതിലാണ് ക്രൂയിസ് പോയിരുന്ന നേരത്തെ. ചിലപ്പോൾ മുന്നേ ബുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. ഇന്നത്തെ നമ്മുടെ സൺസെറ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മളുടെ ഡെവിൻസ് കാസിൽ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.